പൂട്ടിക്കിടക്കുന്ന എടയാറിലെ ബിനാനി സിംഗ് കമ്പനിയിൽ നിന്നും ജെറോസൈറ്റ് മാലിന്യം പുറത്തേക്ക് കടത്താനുള്ള നീക്കം നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. മാലിന്യം കടത്താനായി എത്തിയ 2 ടോറസ് ലോറികളാണ് പ്രതിഷേധക്കാർ ഫാക്ടറിക്ക് മുന്നിൽ തടഞ്ഞിട്ടത്. PCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മാലിന്യത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തണം. പരിശോധനാഫലം വരുന്നതുവരെ ഒരു കാരണവശാലും വാഹനങ്ങൾ കടത്തിവിടില്ലെന്ന് പരിസ്ഥിതി പ്രവർത്തകർ വ്യക്തമാക്കി. കുഴിക്കണ്ടത്തോടിന്റെ വിഷയത്തിൽ അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനൊരു സാമ്പിളിംഗ് നടത്തിയിട്ട് പോട്ടെ സാമ്പിളിംഗ് എടുക്കുക. സാമ്പിളിംഗ് നമുക്ക് പരിശോധനയൊക്കെ ആയിട്ട് ഈ 2 വണ്ടിയിലുണ്ടല്ലോ സാധനം ഇവരെടുക്കണം പോകണ്ടല്ലോ. അവിടെ ഉള്ളത് ജെറോഫിക്സ് ആണെന്ന് അവിടെ നിന്ന് നിങ്ങൾ സാമ്പിൾ എടുക്കുക. തെളിയട്ടെ എത്ര ഉണ്ട് നിങ്ങളുടെ ജെറോഫിക്സിന്റെ എത്ര വാല്യൂ ഉണ്ട്, എത്ര ടൺ ജെറോഫിക്സിന് ബാക്കി ഇവിടെ ഉണ്ടെന്നൊക്കെ കൊണ്ട് കണക്ക് നിങ്ങൾ എടുക്കുക. അപ്പോഴാണ് ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാവണം. ജെറോഫിക്സ് അല്ല അസോളാണെങ്കിൽ കൊണ്ടുപോക്കട്ടെ, നമുക്ക് എന്താ പ്രശ്നം? അവരൊക്കെ അവരുടെ വിപുലീകരണത്തിനും മറ്റു കാര്യങ്ങൾക്കൊണ്ട് അവർ കൊണ്ടുപോക്കട്ടെ, നമുക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നമ്മുടെ കടങ്ങല്ലൂർ പഞ്ചായത്തില പ്രവർത്തിക്കുന്ന ബിനാനി സിംഗ് എന്നുള്ള മാലിന്യം ടിപ്പർ ലോറികളിൽ കയറ്റി ഹൈവേയിലേക്ക് കൊണ്ടുപോയി അടിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ജെറോസൈറ്റ് എന്ന് പറയുന്ന വൻ മാലിന്യ ശേഖരണം ഈ കമ്പനിയിലുണ്ട്. ഈ കമ്പനി പൂട്ടിപ്പോയി. പക്ഷേ ഈ മാലിന്യം ശാസ്ത്രീയമായി ശുദ്ധീകരിച്ചെടുത്ത് മാറ്റണമെന്നുള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ്. ആ മാലിന്യത്തിന്റെ ഒരു ഭാഗം എടുത്ത് ശുദ്ധീകരിച്ചു ജെറോ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് മാലിന്യമില്ല എന്ന് പറഞ്ഞിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നതാണ്. അത് ബ്രിക്ക് ഉണ്ടാക്കാനും മോഡ് കമ്പനികൾക്കെന്നും പറഞ്ഞ് നാഷണൽ ഹൈവേക്കും അടിക്കാം, മണ്ണ് ഫില്ല് ചെയ്യാന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ വളരെ നേരത്തെ ഒരു മണ്ണാണിത്. ജെറോ സൈറ്റ് നേർപ്പിച്ച് ജെറോ ഫിക്സ് ആക്കിയേക്കണാണ്. ഇത് ഹൈവേക്ക് അടിക്കുകയാണെങ്കിൽ പോലും, ഇതിൽ മാലിന്യം ഇല്ലെങ്കിൽ പോലും ഹൈവേക്ക് അടിക്കുകയാണെങ്കിൽ പോലും ഹൈവേ വെള്ളം വീണ് കഴിയുമ്പോൾ ഈ മണ്ണ് വളരെ പെട്ടെന്ന് താഴത്തേക്ക് ഇരിക്കാനും കുതിർന്നു പോകാനും സാധ്യതയുള്ള ടൈപ്പുള്ള മണ്ണാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇത് പരിശോധിച്ചിട്ടുണ്ടോന്നും അവർക്ക് തന്നെ അടിക്കണമെന്ന് നമുക്ക് ഉറപ്പില്ല. ഇനി അതല്ല ഇവർ കള്ള ബില്ല് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവര് ഹൈവേക്കാണെന്നുള്ള വ്യാജേന വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അടിക്കണമെന്ന് നമുക്കറിയില്ല. പക്ഷേ കൊടുങ്ങല്ലൂര്, മുനക്കൽ, അഴീക്കോട് പല ഭാഗത്തും ഈ മണ്ണ് കൊണ്ടുപോയി പറമ്പിൽ അടിച്ചത് നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ PCBയുടെ ഉദ്യോഗസ്ഥരിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ 2 വാഹനങ്ങളിൽ നിന്നും സാമ്പിൾ എടുത്തത് പരിശോധനയ്ക്ക് വിടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ഭാഗം നമ്മൾക്കും തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് PCB ഇപ്പോൾ ഒരു തടസ്സം പറഞ്ഞേക്കാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ PCB പറയുന്നത് ഇവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും അപകടകരമായ മാലിന്യത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് PCBയുടെ വാദം. അത് PCB അല്ല, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മാറ്റി കൊടുത്തേക്കണെന്നാണ് അവർ പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തൊരു കമ്പനിയായ CMRLന്റെ മാലിന്യം വലിയ പുഴയുടെ തീരത്ത് കിടക്കുന്ന വൻ ശേഖരം ഹസാഡസ് അപകടകരമായ മാലിന്യങ്ങളിൽ നിന്ന് അവർ വർഷങ്ങൾക്ക് മുമ്പ് മാറ്റിക്കൊടുത്തതാണ്. ഈ കഴിഞ്ഞ 2024 മത്സ്യക്കുരുതിയെ തുടർന്ന് കോടതി നിയോഗിച്ച കമ്മീഷൻ വന്ന് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പരിശോധനയ്ക്ക് എടുത്തപ്പോൾ അത് അപകടകരമായ മാലിന്യമാണെന്ന് 2ാമത് റിപ്പോർട്ട് ചെയ്യും. അത് അപകടകരമായ മാലിന്യത്തിലേക്ക് ആക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതേപോലുള്ള കള്ളക്കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എന്ത് തരത്തിലുള്ള സാധനമാണെന്ന് പരിശോധിക്കുകയും നാഷണൽ ഹൈവേക്ക് തന്നെ അടിക്കണമെന്നുള്ളതും കൊടുങ്ങല്ലൂർ മറ്റ് തൃശ്ശൂർ മേഖലയിൽ ഏതൊക്കെ ഭാഗത്ത് അടിച്ചണമെന്നുള്ളൊരു പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൊത്തം ജനങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടിയിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പിലൂടെ മാത്രമേ വേരിയേഷൻസ് മനസ്സിലാക്കി കറക്റ്റ് ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യാനാകൂ. പക്ഷേ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് എക്സ്പെൻസീവ് അല്ലേ? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. മെഡിടെക്കിന്റെ എക്സലന്റ് ഹെൽത്ത് സ്മാർട്ട് പാക്കേജിൽ വെറും 950 രൂപയ്ക്ക് ജനറൽ ടെസ്റ്റുകൾ, ഹാർട്ട്, കിഡ്നി, ലിവർ, ഡയബറ്റീസ്, തൈറോയിഡ്, ബോൺ ടെസ്റ്റുകൾ എല്ലാം ചെയ്യാം. ഫ്രീ HbA1c ഇലക്ട്രോലൈറ്റ്സ് ഇൻക്ലൂഡഡ് ആയി 1550 രൂപയ്ക്ക് എക്സലന്റ് ഹെൽത്ത് ടോട്ടൽ പാക്കേജും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അഫോർഡബിൾ റേറ്റിൽ ആക്യുറേറ്റ് റിസൾട്ടിനായി മെഡിടെക് എന്നും നിങ്ങളോടൊപ്പം.